ഹായ് ഫ്രണ്ട്സ്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത MIയുടെ സീക്രട്ട് മെനു എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ സീക്രട്ട് മെനു ആണ്. അതിനായി നമ്മൾ ഡയൽ പാഡിൽ *#0* എന്ന് ഡയൽ ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന മെനുവിൽ നമുക്ക് ആദ്യം RGB ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ക്രീനിൻ്റെ RGB റെഡ്, ഗ്രീന്, ബ്ലൂ മെനു ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് റിസീവർ, അതായത് സ്പീക്കറിൻ്റെ സൗണ്ടുകൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൈബ്രേഷൻ, നമുക്ക് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോണിൻ്റെ ഡിം അതായത് ലൈറ്റ് സെൻസറിൻ്റെ ഡിമ്മിങ് മോഡ് വർക്കിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ, ഇപ്പം ബാക്ക് ക്യാമറ, മെഗാ ക്യാമറ ഉദ്ദേശിക്കുന്നത് ബാക്ക് ക്യാമറയാണ്. ബാക്ക് ക്യാമറ വർക്കിംഗ് ആണോ നമുക്ക് ഇതിനകത്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം നമുക്ക് വരുന്ന മെനുവിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്കുള്ളത് ടച്ച് പാഡ് സെറ്റ് ചെയ്യാനാണ്. ടച്ച് പാഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് ടച്ച് പാഡിൽ എന്തെങ്കിലും തരത്തിലുള്ള എററുകളുണ്ടെങ്കിൽ ഈ ഗ്രീൻ ലൈൻ ഇത് പാസ് ആവത്തില്ല. നമ്മൾ ഈ ടച്ച് പാഡ് ഇപ്പോൾ ഈ കാണുന്ന പോലെ വരച്ച് നോക്കാനുള്ളൊരു ഇതായിരിക്കും നമുക്ക് വരുന്ന ഒരു പിക്ചറായിരിക്കും വരുന്നത്. അതിലോട്ട് നമ്മളിങ്ങനെ വരച്ച് നോക്കുമ്പോൾ ടച്ച് ഫുൾ പാസ്സാണെങ്കിൽ മാത്രമേ ഉള്ളൂ എക്സിറ്റ് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇത് എക്സിറ്റ് ആയിട്ടുണ്ട്, ഈ പാസ്സായിട്ടുണ്ട്. ദെൻ നമുക്ക് വീണ്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിമ്മിങ്, ബ്ലാക്ക് സ്ക്രീനാക്കി നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി മോഡുകൾ, ഫോണിൻ്റെ ഫ്രീക്വൻസികൾ വർക്കിംഗ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിനി ഇത് നെക്സ്റ്റായിട്ട് നോക്കാനുള്ളത് ഈ ഫോണിൻ്റെ EV ടൈം, അതായത് ബ്രൈറ്റ്നസ്സിൻ്റെ റെസൊല്യൂഷൻ, എത്രമാത്രം ലൂമൻസ് ഉണ്ടെന്നുള്ള നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ, പിന്നെ ടച്ച് സെൻസറുകൾ, സ്ലീപ്പ് മോഡ്, സൈഡ് ബട്ടണുകൾ, ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സൈഡ് ബട്ടൺ, അതുപോലെ പ്രോക്സിമിറ്റി സെൻസർ. ഇതിപ്പോൾ പ്രോക്സിമിറ്റി സെൻസറാണ് നമ്മൾ നോക്കുന്നത്. അതായത് കോൾ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ചെവിയുടെ അടുത്തുകൊണ്ട് വരുമ്പോൾ സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി ഓഫായി പോകുന്ന ഫംഗ്ഷനാണ് പ്രോക്സിമിറ്റി സെൻസർ. അപ്പോൾ ആ സെൻസർ വർക്കിംഗ് ആണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇനി നമ്മുടെ സൈഡ് കീസ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് നമ്മുടെ ഫോണിൻ്റെ വോളിയം അപ്പ്, ഡൗൺ, ബട്ടൺ വർക്കാണെന്ന് നമുക്കിത് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. വോളിയം അപ്പ്, ഡൗൺ, പവർ ബട്ടൺ, അത് മൂന്നും ഇത് പാസ്സായിട്ടുണ്ട്. കളർ ചേഞ്ച് വന്ന് നമുക്ക് മനസ്സിലായി അത് പാസ്സായിട്ടുണ്ട്. ഇങ്ങനെയാണ് സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളും നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും.